സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും പലർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരാരും നേരിടാത്ത ഒരു അധിക്ഷേപമാണ് ഇതിനുശേഷം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അജയ് പറയുന്ന കോൺഗ്രസ്സുകാരുടെ ഞാൻ വായിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, അതിനകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അത് പോലും അറിയാൻ പാടില്ലാതെ വളരെ നിരുത്തരവാദപരമായാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ അജയ് പറയുന്ന ദമ്പതികളുടെ മകനല്ല, അയാൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, ഞാൻ ദളിത് ക്രിസ്ത്യാനിയാണെന്നുള്ളതാണ്. ഈ ദളിത് ക്രിസ്ത്യാനിയായാൽ ഇയാൾക്കെന്താ പ്രശ്നം? കേരളത്തിൽ ഇന്ത്യയിൽ ക്രിസ്തുമതം സ്വീകരിച്ച ദളിതർക്ക് 1962 കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദുമതം സ്വീകരിക്കാവുന്ന ആ നിയമം അനുസരിച്ച് തിരിച്ചു വന്ന ഒരാളാണ്. അങ്ങനൊരു പള്ളിയിലും അംഗമല്ല, ഒരു പള്ളിയിലും എന്റെ റെക്കോർഡും ഇല്ല. പള്ളി റെക്കോർഡിനൊരു കുറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ ഇല്ല. അപ്പൊ ഞാൻ ദളിത് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന അജയ് കേരളത്തിലെ മുഴുവൻ ആൾക്കാരെ ഞാൻ വെല്ലുവിളിക്കുന്നത്, ഏതെങ്കിലും പള്ളിയിൽ ഞാൻ തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്താം. ഒരാളെ കുറിച്ച് പറയുന്നത് മിനിമം ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. രണ്ടാമതൊരു കാര്യം, ഞാൻ ജോലിയാണ് മതം മാറിയെന്നുള്ളതാണ്. ജോലിക്ക് വേണ്ടി ആണെങ്കിൽ തന്നെ കോൺഗ്രസ്സുകാർക്ക് എന്താ പ്രശ്നം? ആണെങ്കിൽ തന്നെ എന്താ പ്രശ്നം? ഇവര് കൊടുക്കുന്ന ജോലിയാണ് അല്ലല്ലോ, ഗവൺമെന്റ് ജോലിയല്ലേ. ഗവൺമെന്റ് ജോലി കിട്ടാനായിട്ട് സാധാരണ നടപടിക്രമോ? അപ്പൊ ഞാനിവിടെ ജോലിക്ക് പറയുന്ന അജയ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്കിൽ ജയിക്കുകയും സിവിൽ സർവീസിന് പ്രിലിമിനറി പരീക്ഷ ഒറ്റ എഴുതി ജയിച്ച ഒരാളാണ്. എനിക്ക് കേരളത്തിൽ ഒരു ജോലി കിട്ടാനുള്ളത് ഒരു മാറേണ്ട കാര്യമില്ല, ഒരു മതവും മാറേണ്ട കാര്യമില്ല. ഇവിടെ കോമ്പറ്റീറ്റീവായിട്ട് എനിക്ക് ജയിക്കാൻ കഴിയും. അപ്പൊ അതൊരു വ്യാജ്യമായ അതിന് പറയട്ടെ, പറയട്ടെ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തുള്ള ഒരു ഈ വ്യക്തിപരമായ അധിക്ഷേപമല്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൽ നിരവധി പേർ വൈക്കത്തിന് സ്ഥാനാർത്ഥിയാകുന്നത് പണത്തിന് വേണ്ടിയാണെന്ന് പറയുന്നതിന് പിന്നിൽ ഒരു സാമൂഹിക ബോധമുണ്ട്. കേരളത്തിലെ ദളിതർ മുഴുവൻ ദരിദ്രരാണ്, അവർ പൈസയ്ക്ക് വേണ്ടി നടക്കുന്നവരാണെന്നുള്ള അജയ് ജാതിബോധത്തെ തീർച്ചയായും വെല്ലുവിളിച്ചേ പറ്റൂ. കേരളത്തിൽ നിങ്ങൾക്കറിയാം, ദളിത് സമുദായ മുന്നണിയുടെ സംസ്ഥാന ചെയർമാനാണ്. എനിക്ക് സീറ്റ് വാഗ്ദാനം, ഞാൻ സ്ഥാനാർത്ഥിയാണെന്നൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, എന്റെ സംഘടനയും പ്രഖ്യാപിച്ചില്ല. എല്ലാവരും പറഞ്ഞത് സാധ്യതയുള്ളതാണ്. സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പ്രചാരണം നടത്തിയെന്നും പണം അടിച്ചു മാറ്റാനുമാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിപരമായി ആക്ഷേപത്തെ നടപടി സ്വീകരിക്കും. ഇത് കളിക്കുന്നത് ഒരു ജനതയോടാണെന്നുള്ള കാര്യമാണ് അയാൾ മനസ്സിലാക്കിയോ. ഞാൻ ചെയർമാനായിട്ടുള്ള ദളിത് സമുദായം 53 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പണയം വെച്ചും അവരുടെ ഡെപ്പോസിറ്റുകൾ എടുത്തും അവരുടെ കയ്യിലുള്ള 53 ലക്ഷം രൂപയാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ മുടക്കാൻ ദളിത് സമുദായം എന്നെ സഹായിച്ചത്. ഞാനേ ഈ അജയ് ജനിച്ചപ്പോൾ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്, പക്ഷെ സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് ജീവിച്ച ആളല്ല. മനസ്സിലായോ? സ്വയം നടത്തിയതാണ്, സ്വയം ഹാജരാക്കട്ടെ. ഞാൻ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന്റെ തെളിവ് ഹാജരാക്കട്ടെ. എന്നോട് VDC പ്രതിപക്ഷ നേതാവ് അവര് ചർച്ചയിൽ പങ്കെടുത്തവരാണ് അവിടെ നിൽക്കുന്നത്. പ്രതിപക്ഷ പറഞ്ഞാൽ നിങ്ങളുടെ പേര് പരിഗണിക്കും, തരാമെന്നോ നിങ്ങൾ ഉറപ്പാണെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ 4 ദിവസം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ പരിഗണിക്കുന്നു പറഞ്ഞിട്ടുള്ളൂ. ആ പരിഗണന സ്ഥാനാർത്ഥിത്വമായി മാറിയേക്കാം. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പ് നടത്തിയ സംഘടനയാണ്. അവർ പണം സമ്മാനിച്ചു. വൈക്കത്ത് ഒരു പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടില്ല, ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. എനിക്ക് സ്വന്തം നിലയിൽ എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എത്ര രൂപ മുടക്കണമെങ്കിലും അതിന്റെ സാധ്യത, അത് എന്റെ കയ്യിലുള്ള എന്റെ ബന്ധുബലം കൊണ്ട്, എന്റെ സുഹൃത്ത് ബലം കൊണ്ട് എത്ര കോടി രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ്.
അജയ് നാരായണനെ പോലെ ഒരാളല്ല. ഭീഷണം തട്ടിക്കളയാണ് അങ്ങനെ പറഞ്ഞില്ലെന്നാണ് അത് ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ യുക്തിരാഹിത്യമാണ്. അയാൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവര് വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ ദളിതരെയാണ് അവർ വെല്ലുവിളിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയുമ്പോ കേരളത്തിലെ ദളിതരെയാണ് അവർ വെല്ലുവിളിക്കുന്നത്. ഇതിനകത്തുള്ള പ്രശ്നം എത്രയേ ഉള്ളൂ, ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അധിക്ഷേപത്തിന്റെ കാര്യമില്ല. ഞാനതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണത്തിലും ഒരാളെയും കുറ്റപ്പെടുത്തിയില്ല. ഇതൊരു കാര്യം ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഫലത്തിൽ ഇവരിപ്പോ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു, പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോ അജയ് ഉള്ളിലുള്ള ദളിതരെന്ന് പറയുന്നത് അർത്ഥപട്ടിണിക്കാരായ മാത്രമാണ്. അല്ലാത്ത മനുഷ്യരുണ്ട് കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസുകാർ പണം തരുമെന്ന് വിചാരിച്ചോ, ഇതിനു വേണ്ടി പിരിവെടുക്കാന്ന് വിചാരിച്ചോ, ഇതൊരു പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമെന്ന നിലക്കാണ് എടുത്തത്. മത്സര രംഗത്തുണ്ടാവും ആ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു വെല്ലുവിളി കൂടി നമ്മുടെ സാഹചര്യത്തിൽ മത്സരത്തിലേക്ക് പിന്മാറാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പല സ്ഥലത്തും മത്സരിച്ച് പറ്റത്തുള്ളൂ, അതുണ്ടാവും. ഇതിനകത്തൊരു പ്രോബ്ലം UDF എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞാണെന്നാണ്. ഇത് അങ്ങനെ പറയുന്നത് തികച്ചും അധിക്ഷേപകരമായ ഒരു കാര്യം. ഒരു വ്യക്തി അധിക്ഷേപിക്കും. എനിക്കെന്ത് കാര്യം? വൈക്കം തോക്കുന്ന സീറ്റാണ്, അത് തെരഞ്ഞെടുത്തതാണ്. വൈക്കത്ത് ജയിക്കുന്നു, അതുകൊണ്ടാണ് വൈക്കം സ്ഥാനാർത്ഥിയാകാൻ വരാം. വൈക്കത്ത് ഇവര് നിന്നാ തോറ്റു, പക്ഷെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റൂടെ. അല്ലാണ്ട് തോക്കുന്ന സംഭവം തെരഞ്ഞെടുത്ത് കാശടിച്ചു, അതൊക്കെ അവരുടെ ജോലിയാണ്, ഞങ്ങളുടെ ജോലി ഒന്നുമല്ല. അവിടെ ഫലത്തിൽ കേരളത്തിലെ ദളിതരെ വെല്ലുവിളിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം. അതാ കോൺഗ്രസ് നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്. ദളിതരെ അധിക്ഷേപിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കും. വൈക്കത്തെ സ്ഥാനാർത്ഥി നിർത്തണമെന്നുള്ള കാര്യം സംഘടനപരമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. ഇതിനകത്ത് സ്ഥാനാർത്ഥികളുണ്ടാകും, ഉറപ്പുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇന്ന് പത്രസമ്മേളനം നടത്തി. സ്വാഭാവിക പിന്തുണയല്ല, സ്വാഭാവിക പിന്തുണ UDF കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റാണ്. അവരെയാണ് ഈ ആക്രമിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്. അത് അടിയന്തരമായിട്ട് വ്യക്തിപരമായ ആക്ഷേപത്തിന് ഞാൻ നിയമ നടപടി ചെയ്യും. ഞാൻ തൽക്കാലം മത്സരരംഗത്ത് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം അതിനെ പേടിച്ചിട്ടൊന്നുമല്ല, അവരങ്ങനെ വിജയിക്കൊന്നും വേണ്ട. ആൾക്കാർക്ക് സംഘടന ഇല്ലാത്ത സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നത് അത്രയും ഒരു പ്രതിഷേധം ഈ കാര്യത്തോടുണ്ട്. ആ പ്രതിഷേധത്തെ പർവ്വതീകരിക്കുന്ന, വലുതാക്കുന്ന പണിയിലാണ് ഇപ്പൊ ഇവര് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായിക്കോട്ടെ, അതൊക്കെ അവരുടെ കാര്യം. എന്നെ ചീത്ത വിളിച്ചാൽ തീർത്തോട്ട് കിട്ടുമെന്നാണ് അജയ് വിചാരിക്കുന്നതിൽ അയാളത് ചെയ്തോട്ടെ. പക്ഷെ ഈ ജനതയെ വെല്ലുവിളിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.